എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ, EFT ഹീലർ. അപ്പോൾ എന്താണ് ഇന്നർ ചൈൽഡ്? ഇന്നർ ചൈൽഡിനെ കുറിച്ച് ഇതിനു മുൻപേ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരുപാട് പേർക്ക് ഇനിയും സംശയമുണ്ട്. എന്താണ് ഇന്നർ ചൈൽഡ്? ചില ആളുകൾ ചോദിക്കുന്നത് കുട്ടികൾക്കുള്ളതാണോ എന്നൊക്കെയാണ്. ഒരിക്കലല്ല, നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, അല്ലേ? നമ്മളൊക്കെ ചെറുതായിട്ട് തന്നെയാണ് വലുതായത്. അപ്പോൾ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? 3 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെയുള്ള കാലയളവ് എടുക്കുകയാണെങ്കിൽ നമ്മളോടൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കുട്ടിക്കാലം എന്ന് ചോദിച്ചാൽ പലർക്കും പല രീതിയിലാണ് ആൻസർ. ചില ആളുകൾ പറയും, എൻ്റെ കുട്ടിക്കാലം എനിക്ക് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റു ചിലരാകട്ടെ വളരെ വേദനാജനകമായ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആളുകളുണ്ട്. കാരണം എല്ലാവരുടെയും ജീവിത രീതിയും വ്യത്യാസമാണ്, സാഹചര്യവും വ്യത്യാസമാണ്. അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം ഉണ്ടായിട്ടും വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ അവരുടെ അഭാവത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകളും ഉണ്ട്. അത് പിന്നെ നമ്മൾ പറയേണ്ടതില്ല. അപ്പോൾ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത് എപ്പോഴും കെയറിങ്ങും സ്നേഹവും കുറച്ച് ടോയ്സും കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ അതിന് സ്വതന്ത്രമായി എൻജോയ് ചെയ്ത് സന്തോഷവും ഒക്കെ ആയിരിക്കും, അല്ലേ? കുട്ടികൾ അതാണ് ആഗ്രഹിക്കുക. അപ്പം നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചത് അത് തന്നെയാണ്. പക്ഷെ എപ്പോഴൊക്കെയോ വലിയ ആളുകൾ പറയുന്ന വാക്കുകളിലൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തികളിലൂടെ, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തികളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിന് മുറിവുകളേൽക്കും. നമുക്കറിയാം, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാനൊന്നും സാധിക്കാത്തൊരു സാധനമാണ്, അല്ലേ? കുറെ ഫീലിങ്സും കുറെ ആറ്റിറ്റ്യൂഡും കുറെ ഇമോഷൻസും ഒക്കെയാണ് അതിലുള്ളത്. ആ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഫീലിങ്സും ഇമോഷനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിന് 2 തലങ്ങളുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, ഇതുപോലെ തന്നെ ഒരുപാട് പേർ കാണുന്നു. അങ്ങനെ ബോധത്തോടു കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബോധ മനസ്സിനാണ് പ്രാധാന്യം. ഇനി സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ബോധ മനസ്സ് വിശ്വസിച്ചുറപ്പിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുകയും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം ഒരുപാട് നേരം ചിന്തിക്കുകയാണ്, ഒരു നെഗറ്റീവ് കാര്യമായിക്കോട്ടെ, അതിങ്ങനെ ഒരുപാട് കാര്യം ചിന്തിക്കുമ്പോൾ സമാനമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നാം അറിയാതെ വരുന്നുണ്ട്. അതിലുപരി അത് വിശ്വസിച്ച് ഉറപ്പിക്കുമ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രിയേറ്റർ നിങ്ങളാണ് എന്ന് പറയുന്നതിന്റെ വസ്തുത. ചിന്തകൾക്ക് എനർജി ഉണ്ട്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ എനർജിയാണെന്ന് നമ്മൾ കുഞ്ഞുനാളിലെ പഠിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ നമ്മൾ ഈ സമയം MC² പഠിക്കുന്നുണ്ട്, അല്ലേ? ഊർജം, എല്ലാത്തിനും, എല്ലാ വസ്തുക്കളും ഇങ്ങനെ ഊർജം നിലയിലാണ് നിൽക്കുന്നത്. അതെല്ലാം ഓരോ വൈബ്രേഷനും ഉണ്ട് എന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് എങ്ങനെയാണ് ഊർജ്ജം ലഭിക്കുന്നത്? നമ്മുടെ ചിന്തകളിലൂടെ. നമ്മുടെ ചിന്തകൾക്കാണ് ഇവിടെ എനർജി ഉള്ളത്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും അതിൻ്റെ അനുസരിച്ചുള്ള തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യമല്ല, നിരന്തരം അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതിന് എന്താവും? ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ ഇനി മനസ്സറിയാതെ അത് ഓർമ്മിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോഴും പ്രശ്നമാണ്. ഓക്കെ, ഓവർ തിങ്കിങ് ഒക്കെ അതിന്റെ ഫലമായിട്ടുണ്ടാവണം. അനാവശ്യ ചിന്തകൾ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ പറയേണ്ടതില്ല. കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെപ്പോഴും സ്നേഹവും കെയറിങ്ങും, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കണം, അവർക്ക് എൻജോയ് ചെയ്യണം, അവർക്ക് അത്രയേ വേണ്ടൂ. പക്ഷെ പലപ്പോഴും അത് അവർക്ക് കിട്ടാതെ പോകും. ഈ സ്നേഹം കിട്ടാതെ വളരുന്ന കുഞ്ഞുങ്ങൾ
അതേപോലെ മറ്റുള്ള ആളുകൾ എപ്പോഴും കളിയാക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ അതൊക്കെ അവർ വിശ്വസിക്കും, ശരിയാണെന്ന് ഉറപ്പിക്കും. എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ എന്നെ തോണിക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതെന്ന് പറയാറുണ്ട് എൻ്റെ അപ്പച്ചി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്മായി എന്ന് പറയും, തെക്കോട്ടൊക്കെ അപ്പച്ചി എന്ന് പറയും. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിയായിരിക്കും, എന്നെ തോണിക്കാരൻ്റെ അടുത്ത് വാങ്ങിയതാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കണ്ണാടിയൊക്കെ നോക്കി പോയിട്ട് എത്രയോ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് എനിക്കൊരു വേദന വന്നിട്ടുണ്ട്. അയ്യോ, എനിക്ക് ആരുമില്ല, എൻ്റെ അച്ഛനും അമ്മയും ഇതല്ല, തമാശയ്ക്കായിരിക്കും അവരത് പറഞ്ഞത്. പക്ഷെ കുറേ നാൾ എൻ്റെ മനസ്സിലത് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ആ വേദന അങ്ങ് പോയി. പക്ഷേ ഇത് മാത്രമല്ല, ഇങ്ങനെ പലതും മനഃപൂർവ്വം നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞേക്കാം. ചിലപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ചിലപ്പോൾ ഭയങ്കര ബിസി ആയിരിക്കും, അവരുടെ ജോലി തിരക്കും അതും ഇതും കാരണം നമ്മളെ കെയർ ചെയ്യാനുള്ള സമയം അവർക്കുണ്ടാകില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കെയറിങ്ങും സ്നേഹവും ലാളനയും ഒക്കെ തന്നെയാണ്. അത് കിട്ടേണ്ട സമയത്ത് കൊടുക്കുക തന്നെ വേണം. ചിലപ്പോൾ അതിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കുഞ്ഞു മനസ്സ് പെടഞ്ഞത്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയത്, ഇതെല്ലാം പല രീതിയിലും മനസ്സിനെ ബാധിക്കും. നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ഉണർന്നിരിക്കുന്ന സമയമാണ് ഈ ഒരു കുട്ടിപ്രായം എന്ന് പറയുന്നത്. ആ സമയത്ത് അതെല്ലാം അസസ് ചെയ്യും പെട്ടെന്ന്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് ഏറ്റവും നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളാണല്ലോ. അവരുടെ മനസ്സിൽ കളങ്കമില്ലാത്ത ദൈവത്തെ കാണുമെന്ന് പറഞ്ഞതുപോലെ അവരുടെ മനസ്സിൽ ഒരു കളങ്കവുമില്ല. അവരെല്ലാം അത് വിശ്വസിക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മളത് വിശ്വസിക്കില്ല, അല്ലേ? ഈ പ്രായത്തിലൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം, ആയിക്കോട്ടെ, എന്നെ അങ്ങനെ വാങ്ങിക്കോട്ടെ, എന്നെന്താ എന്ന് ചോദിക്കും. പക്ഷെ കുഞ്ഞായിരിക്കുമ്പോൾ ആരും അത് അക്സെപ്റ്റ് ചെയ്ത് തരില്ല. കുഞ്ഞായിരിക്കുമ്പോൾ എന്താ ചെയ്യുക? അത് വിശ്വസിച്ചുറപ്പിക്കും. നമ്മളെ വേദനിപ്പിക്കുന്നു, ഇനിയിപ്പോൾ മാനസികമായി നമ്മളെ പീഡിപ്പിക്കും, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിൽ നമ്മളെ ഉപദ്രവിച്ച ആളുകളെ ഓർക്കും നമ്മൾ, അല്ലേ? ഒരിക്കലും മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവില്ല. കുഞ്ഞായിരിക്കുമ്പോൾ മനസ്സ് തട്ടിയ കാര്യം ഒരിക്കലും മാഞ്ഞു പോവില്ല, അതവിടെ കിടക്കും. നമ്മൾ എത്ര വലിയതായി, വലിയ ഉദ്യോഗസ്ഥയായി നമ്മൾ ഏതെല്ലാം പൊസിഷൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ വേദനകൾ എന്ത് ചെയ്യും? പതിയെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. ഇത് ദേഷ്യ രൂപേണ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്, ഫ്രസ്ട്രേഷൻ രൂപേണ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ഈ ദേഷ്യം കാണിക്കും. എന്താണ് ഇതിന് കാരണം നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ അധ്യാപകർ നമ്മെ വഴക്ക് പറഞ്ഞതായിരിക്കാം, മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ നിന്ന് ഒരു 5 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള സമയത്ത് പരിഹസിച്ചതായിരിക്കാം. അല്ലെങ്കിൽ വീട്ടിലുള്ള മാതാപിതാക്കൾ തന്നെ കുഞ്ഞുങ്ങളോട് അടുപ്പം കാണിക്കാത്തതായിരിക്കാം. അച്ഛൻ സ്നേഹിക്കേണ്ട സ്ഥാനത്ത് അച്ഛൻ സ്നേഹിക്കണം, അമ്മ സ്നേഹിക്കേണ്ട കാര്യത്തിൽ അമ്മ സ്നേഹിക്കണം. ആ സ്നേഹം കൊടുക്കണം മക്കൾക്ക്. കൊടുക്കാതെ വളരുമ്പോൾ അവരുടെ മനസ്സിൽ വേദന രൂപപ്പെടും. എനിക്ക് ആരുമില്ല, എന്നോട് ഇത്ര സ്നേഹമായിട്ട് ആരും പെരുമാറുന്നില്ല, എനിക്ക് മറ്റുള്ള മാതാപിതാക്കൾക്ക് എന്ത് സ്നേഹമായിട്ടാണ് മക്കളോട് പെരുമാറുന്നത്. ഇങ്ങനെ മക്കളുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ നിറയും. ഇത് വലുതാവും തോറും കൂടും. അനാവശ്യ ദേഷ്യം ഉടലെടുക്കാൻ തുടങ്ങും. ദേഷ്യത്തിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കൺട്രോൾ ചെയ്ത് അതിൻ്റെ അർത്ഥം സപ്രസ് ചെയ്യാന്നാണ്, അടിച്ചമർത്തുക എന്നർത്ഥം. ഒരിക്കലും ദേഷ്യത്തെ അടിച്ചമർത്തി വെച്ചാൽ അത് പൊടുന്നനെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ദേഷ്യം നമുക്ക് പതിയെ കുറയ്ക്കാനേ സാധിക്കുള്ളൂ. ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നതോടുകൂടെ ആ വ്യക്തിയിലെ പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ആ വേദന, ആ കുഞ്ഞു നാളിലുണ്ടായ വേദന ഹീലിംഗ് ചെയ്യുന്നതോടുകൂടെ പതിയെ കുറഞ്ഞു വരും. ഒരു ഇന്നർ ഹാപ്പിനെസ് വരും. നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിച്ചാൽ മതി. കാരണം മനസ്സാണ് ചിന്തകൾ തരുന്നത്, അല്ലേ? ആ ചിന്തകൾക്കാകട്ടെ നല്ല എനർജിയുണ്ട്. അതിങ്ങനെ വന്നുകൊണ്ടേ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക, പല രൂപത്തിലും. ചിലപ്പോൾ നിങ്ങൾ ഒരു വണ്ടി എടുത്ത് പുറത്ത് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും ആരെങ്കിലും കുറുകെ ചാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയിട്ടോ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് പോലും പൊട്ടിത്തെറിക്കുന്ന ആളുകളുണ്ട്. എന്താണ് പെട്ടെന്നുള്ള ദേഷ്യത്തിന് കാരണം? നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. എന്തിനാണ് ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? അല്ലെങ്കിൽ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ ബന്ധങ്ങൾ പോലും തകരും, അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ വേദന പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ആ ഇൻസിഡന്റ് നമുക്ക് മറക്കാൻ പറ്റുമോ? മറന്ന് നമുക്ക് അതിനെ പോരാടാൻ സാധിക്കുകയില്ല. പക്ഷേ ആ ഇൻസിഡന്റ് ഓർക്കുമ്പോൾ അവിടെ ക്ഷമിക്കാനും പൊറുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഓൾറെഡി നമ്മുടെ വേദന ഇല്ലാതെയാകും. നമ്മൾ അതിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങും. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായി ബന്ധപ്പെടുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇന്നർ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സുഖമായി ഉറങ്ങാൻ കഴിയും. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളുണ്ട് എന്നുള്ള ചിന്ത വരുമ്പോൾ ഒരുപാട് നമ്മൾ സ്നേഹിക്കാൻ തോന്നും, അല്ലേ? ആരുമില്ല, എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചതാണ് എന്നുള്ള മൈൻഡ് സെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങും. ഈ ലോകത്ത് ഇനിയും ദിവസങ്ങൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് തോന്നും ഹീലിംഗ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന തീർച്ചയായും നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നന്ദി.